പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ എന്നോട് പലപ്പോഴും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഫേസ് ഷെയ്ഡിങ്ങിനെ കുറിച്ച്. നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രോയിങ് മെറ്റീരിയൽസ് അനുസരിച്ച് ഫേസ് ഷെയ്ഡിങ്ങിനെ മൂന്നായിട്ട് തരംതിരിക്കാം. അതായത് ഗ്രാഫൈറ്റ് പെൻസിൽ മാത്രം ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്നത്, ചാർക്കോൾ പെൻസിൽ മാത്രം ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്നത്, ചാർക്കോളും ഗ്രാഫൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് ഷെയ്ഡ് ചെയ്യുമ്പോഴും അതിൻ്റെ ലെയറിങ്ങിലും ബ്ലെൻഡിങ്ങിലും കുറച്ചധികം തന്നെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചുള്ള ഷെയ്ഡിംഗ് ആണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫേസ് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചിത്രത്തിൻ്റെ ഈ ഒരു ഭാഗമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ 3 സ്കെച്ചുകൾ ഞാനിവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. അതായത് ഓരോന്നിലും ഓരോ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഷെയ്ഡ് ചെയ്യുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ടുള്ള ഷെയ്ഡിംഗ് ആണ്. ഞാൻ ഈ ഒരു പെൻസിലാണ് ഏതൊരു ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്, ആർട്ട് പെൻസിലാണ്. അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ സ്റ്റാമ്പും അതുപോലെ ബ്രഷസും ഉപയോഗിക്കുന്നു. ബ്ലെൻഡിങ് മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ട രീതിയും അത് ക്ലീൻ ചെയ്യേണ്ട രീതിയും നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നോക്കിയിരുന്നു. നിങ്ങളത് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പെൻസിൽസും നന്നായി ഷാർപ്പ് ചെയ്യുക. ഞാനിപ്പോൾ HB മുതൽ 10B വരെയുള്ള എല്ലാ പെൻസിൽസും ഷാർപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഷാർപ്പ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ കൈ വയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു പേപ്പർ ഇതുപോലെ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. അതാകുമ്പോൾ നമ്മുടെ കൈ വെച്ച് ഗ്രാഫൈറ്റ് സ്പ്രെഡാകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ പിക്ചർ വളരെ ക്ലീൻ ആയിട്ടും ഇരിക്കും. വരയ്ക്കാൻ പോകുന്ന ചിത്രത്തിൻ്റെ ഡാർക്ക്നെസ് അനുസരിച്ച് നമുക്ക് ഏത് പെൻസിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നാലും നിങ്ങൾ ആദ്യമേ തന്നെ ഷെയ്ഡ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ഒരു ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ ഡാർക്ക് പെൻസിൽ ആദ്യമേ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഡാർക്ക്നെസ് കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. കാരണം എറേസ് ചെയ്ത് കുറയ്ക്കാൻ പറ്റുമെങ്കിലും എറേസ് ചെയ്യുമ്പോൾ അവിടുത്തെ പേപ്പർ ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക്നെസ് കൂടുതലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യുക. ഞാനിപ്പോൾ HB ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ റഫായിട്ടുള്ളൊരു പേപ്പറാണ്. നിങ്ങളിപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, അതിലെ ഗ്രെയിൻസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു. ഞാനിപ്പോൾ ഇത്രയും റഫായിട്ടുള്ളൊരു പേപ്പർ ഉപയോഗിക്കാൻ കാരണം ഏതൊരു പേപ്പർ ഉപയോഗിച്ചാലും നമുക്ക് നല്ലൊരു റിസൾട്ട് മേക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാരണം സ്മൂത്തായിട്ടുള്ള പേപ്പർ അല്ലെങ്കിൽ വില കൂടിയ പേപ്പർ ഉപയോഗിച്ചാലും നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. ഇപ്പോൾ നല്ലൊരു വർക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വില കൂടിയ പേപ്പർ വേണം. പക്ഷേ നമ്മൾ വരച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള ഒരു പേപ്പർ മാത്രം കിട്ടിയാലും മതി. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്, ഫേസിലെ ഓരോ പാർട്സ് ഷെയ്ഡ് ചെയ്യുമ്പോഴും ആ പാർട്സിൻ്റെ ഷെയ്ഡിങ് ഡയറക്ഷൻ അനുസരിച്ച് ഷെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ഒരു കർവ് ഷേപ്പാണ് വരുന്നത്. അപ്പോൾ ഒരു കർവ് ഷേപ്പ് അനുസരിച്ച് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ കവിളിൻ്റെതും ഒരു കർവ് ഷേപ്പാണ്, താടിയുടെ താഴ്ഭാഗത്ത് വരുന്നതും കർവ് ഷേപ്പാണ്. അപ്പോൾ ആ ഒരു ഷേപ്പ് അനുസരിച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ റിസൾട്ട് മേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ ഫേസിൽ ഓരോരോ ലൈൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് നോസിൻ്റെ ലൈനാണ്. ആ ലൈൻ അല്പം ഡാർക്ക് ആണെങ്കിലും ഡയറക്റ്റായിട്ട് ഡാർക്ക് അപ്ലൈ ചെയ്യരുത്. ഒരു മീഡിയം ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ച് ഒരു മീഡിയം ഡാർക്ക്നെസ്സിൽ വരയ്ക്കുക. അതും ചെറിയ ചെറിയ ലൈൻസ് ഉപയോഗിച്ച് വരച്ചെടുക്കുക. കാരണം നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്തും ബ്ലെൻഡ് ചെയ്യുന്ന സമയത്തും അത് ലൈറ്റായിട്ട് പോയേക്കാം. പക്ഷേ നമ്മൾ ആദ്യമേ തന്നെ പ്രസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ അവിടെ പേപ്പറിന് ഒരു വലിയ കുഴിവ്, ഒരു ഡാമേജ് ഉണ്ടാകും. അപ്പോൾ ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഗ്രാഫൈറ്റ് ആഡ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് ഷെയ്ഡിങ് കൊടുത്ത് ലൈൻസ് വരച്ച് എടുക്കുന്നത്. ഷെയ്ഡിങ് കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്കനുസരിച്ച് നമുക്ക് ആ ഒരു ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ച് ആഡ് ചെയ്തും വരാവുന്നതാണ്. നമ്മൾ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബ്ലെൻഡ് ചെയ്യാം. അതായത് ഓരോ ചെറിയ പാർട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് പോകാം. അതല്ല എങ്കിൽ കുറച്ച് ഏരിയ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്ലെൻഡ് ചെയ്യാം, ഒന്നിച്ച് ബ്ലെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഏകദേശം പകുതിയോളം പാർട്സ് ഷെയ്ഡ് ചെയ്തതിന് ശേഷമാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ലൈറ്റ് പെൻസിൽ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡിങ് കൊണ്ടുവന്നതിന് ശേഷമാണ് അടുത്ത് ഡാർക്കിലേക്ക് പോകുന്നത്. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഓരോ ഷെയ്ഡിങ് ലൈൻസ് വരയ്ക്കുമ്പോഴും ഓവറായിട്ട് ഡാർക്ക് വരുന്ന ലൈൻസ് വരാൻ പാടില്ല. എല്ലാം ഒരേ ടോണിലുള്ള ലൈൻസ് ആയിരിക്കണം വരേണ്ടത്. ഡാർക്ക് കൂടിയ ഭാഗങ്ങളിൽ നമുക്ക് ഡാർക്കായിട്ട് തന്നെ വരയ്ക്കാം. പക്ഷേ ലൈറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ ഡയറക്റ്റ് ലൈൻസ് വരാതെ തന്നെ നോക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ബ്ലെൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സോഫ്റ്റായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്യാൻ പറയുന്നത്. വളരെ സോഫ്റ്റായിട്ട് ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷേ ഡാർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ലൈൻസ് വരാതെ തന്നെ നിങ്ങളൊരു ഷെയ്ഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലെയർ ഷെയ്ഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 4B പെൻസിലാണ്. അത്യാവശ്യം ഡാർക്ക് വേണ്ടിടത്തൊക്കെ ഇപ്പോൾ ലൈറ്റായിട്ട് തന്നെ ആ ഒരു ഡാർക്ക്നെസ് കൊടുത്തു പോവുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഡാർക്കായിട്ടുള്ള ലൈൻസ് വരാതെ നോക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അടുത്തതായി ചെയ്യേണ്ടത് ബ്ലെൻഡിങ് ആണ്. ഞാനിപ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ബ്രഷ് തന്നെ ആദ്യമേ സെലക്ട് ചെയ്തതിൻ്റെ കാരണം നമ്മുടെ ഈ ഒരു പേപ്പർ അല്പം ഗ്രെയിൻസ് കൂടിയതാണ്, അല്പം അധികം ഗ്രെയിൻസ് കൂടിയതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ കുഴിവുകളും നമുക്കിപ്പോൾ നികത്തി എടുക്കണമെങ്കിൽ, ഗ്രാഫൈറ്റ് ഫില്ല് ചെയ്തെടുക്കണമെങ്കിൽ ബ്രഷാണ് നല്ലത്. ആദ്യമേ തന്നെ സ്റ്റമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലെൻഡിങ് കിട്ടും, പക്ഷേ ആ ഒരു കുഴിവുകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ബ്രഷ് ഉപയോഗിക്കുന്നത്. ബ്രഷ് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് സ്റ്റമ്പ് ഉപയോഗിക്കാം. ബ്രഷ് ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു ബ്രഷ് ഡാർക്കായിട്ടുള്ള സൈഡ് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അത് ക്ലീൻ ചെയ്യാതെ, ബ്രഷ് ക്ലീൻ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ലൈറ്റായിട്ടുള്ള സ്ഥലത്തേക്ക് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെയും ഡാർക്ക് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ലൈറ്റായിട്ടുള്ള ഏരിയ ബ്ലെൻഡ് ചെയ്യാനും ഡാർക്കായിട്ടുള്ള ഏരിയ ബ്ലെൻഡ് ചെയ്യാനും രണ്ട് ബ്രഷസ് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്ററായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ബ്ലെൻഡ് ചെയ്ത ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആക്കുക എന്നതാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു പിക്ചർ നിരീക്ഷിച്ചതിന് ശേഷം എവിടേക്കാണോ ഡാർക്ക്നെസ് വേണ്ടത് അത് ആഡ് ചെയ്ത് ആ സ്പോട്ടിൽ തന്നെ നമ്മളത് ബ്ലെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് എത്രത്തോളം ഡാർക്ക്നെസ്സിന് ആഡ് ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, പലയിടത്തും പല ഗ്യാപ്പുകളും ഷെയ്ഡിങ് ഗ്യാപ്സും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു സ്പോട്ടിൽ തന്നെ പിക്ചർ നിരീക്ഷിച്ചിട്ട് ഓൾമോസ്റ്റ് ഫില്ലാക്കി പോവുക. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് അവസാനമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം തന്നെയാണ് ഇനി റിപ്പീറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മളിതിലെ നോസ് ചെറിയൊരു പാർട്ടേ വരുന്നുള്ളൂ, ലിപ്സും ഒരു ഹാഫ് പാർട്ടേ വരുന്നുള്ളൂ. നോസിൻ്റെ, ലിപ്സിൻ്റെ, ഐസിൻ്റെ അതിൻ്റെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഷെയ്ഡിംഗ് ഒന്നും ഇപ്പോൾ നോക്കുന്നില്ല. ജസ്റ്റ് സ്കിൻ ടോൺ, അതിൻ്റെ ഷെയ്ഡിങ്ങും ഫേസിൻ്റെ ഒരു ഷെയ്ഡിങ്ങും മാത്രമാണ് നോക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്ന ഒരു രീതി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു വൈറ്റ് ടോൺ കാണുന്ന ഏരിയയിൽ വൈറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും പിക്ചറിൽ വൈറ്റ് ഏരിയ കാണുന്നുണ്ടെങ്കിൽ അത് നിലനിർത്തി തന്നെ പോവുക. ചെറിയ രീതിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫില്ലാകാം, പക്ഷേ അവിടെ പെൻസിൽ ഉപയോഗിച്ച് ലൈൻസ് വരാതെ നോക്കുക. കാരണം നമുക്ക് ആ ഒരു ഏരിയ അങ്ങനെ തന്നെ നിലനിർത്തി പോയാൽ മാത്രമേ അവസാനം വരെയും അങ്ങനത്തെ ഒരു രീതിയിലുള്ള, അതായത് ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടുകയുള്ളൂ. ഇത്രയും നേരം ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് ഷെയ്ഡിങ്ങിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി പ്രത്യേകത വരുന്ന ഭാഗം നമ്മുടെ ആ താടിയുടെ ഷെയ്ഡിങ്ങും അവിടുത്തെ ഒരു ഡാർക്കിങ്ങുമാണ്. അതെത്തുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഡാർക്കായിട്ടുള്ള ലൈൻസ് വേണ്ട ഭാഗത്ത് ഡയറക്റ്റ് ഡാർക്ക് അപ്ലൈ ചെയ്ത് അത് മീഡിയം ഡാർക്കിൽ തന്നെ വരച്ച് പോവുക. എന്നാൽ മാത്രമേ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ആക്ച്വൽ ടോണിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. ഞാനിപ്പോൾ ആ താടിയുടെ ലൈനിനാണ് ഉദ്ദേശിച്ചത്. അവിടെ ഞാനിപ്പോൾ ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈനിനോട് ചേർന്ന് തന്നെ കുറച്ച് ഷെയ്ഡ്സും ആഡ് ചെയ്യണം. എന്നാൽ ലൈനിനെ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ആ ഒരു താടിയുടെ ഭാഗം ഉരുണ്ട് വരുന്നതായിട്ട്, അല്ലെങ്കിൽ പൊന്തിയിരിക്കുന്ന ഒരു ഫീലിൽ ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ലിപ്സിൻ്റെ പാർട്ടിലും അത് നമുക്ക് വരുന്നുണ്ട്. ലിപ്പിൻ്റെ എൻഡിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു എൻഡിനോട് ചേർന്നാണ് ഷെയ്ഡ് ചെയ്യുന്നത്. എന്നാൽ മുകൾ ഭാഗം വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഷാർപ്പായിട്ട് തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട്, ഒരു വൈറ്റ് ഏരിയ പോലെ. അപ്പോൾ അത് രണ്ടും രണ്ട് തരത്തിലുള്ളൊരു ഷെയ്ഡിങ്ങാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഷെയ്ഡ് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ഒരു പിക്ചറിന് ലൈഫ് കിട്ടുന്നത്, അതായത് ജീവനുള്ള ചിത്രങ്ങൾ പോലെ ഇരിക്കുന്നത്. ബ്ലെൻഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത്രയും നേരം ഉപയോഗിച്ചത് ബ്രഷസ് ആണ്. സ്റ്റമ്പ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ റഫായിട്ടുള്ള ഒരു ബ്ലെൻഡിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റമ്പ് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ആ ഒരു ഡാർക്കായിട്ടുള്ള ഏരിയയിൽ നിന്ന് ലൈറ്റിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാം. പക്ഷേ ആ ഒരു ഏരിയ നമ്മൾ വീണ്ടും ബ്ലെൻഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ സ്റ്റമ്പ് ഡയറക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഗ്രെയിൻസ് കൂടിയ പേപ്പർ ആണെങ്കിൽ എല്ലാ കുഴിവുകളും ഫില്ലാകില്ല. അപ്പോൾ ആ ഒരു കുഴിവുകളൊക്കെ ക്ലിയറായിട്ട് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ബ്രഷ് കൂടെ ഉപയോഗിക്കണം. ഇപ്പോൾ എനിക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ലൈറ്റായിട്ടുള്ള ഏരിയയിൽ ഞാൻ സ്റ്റമ്പ് ഉപയോഗിച്ചിട്ട് അവിടെ ഡാർക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ ഡാർക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എറേസർ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ റബ്ബ് ചെയ്ത് എറേസ് ചെയ്യുന്നില്ല. പ്രസ്സിങ്ങിലൂടെയാണ് ആ ഒരു ഡാർക്ക്നെസ് മാറ്റുന്നത്.
ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പിക്ചറിൻ്റെ ഓവറോൾ ഫേസിൻ്റെ ഒരു ഷെയ്ഡിങ് ഫസ്റ്റ് ലെയർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പിക്ചറിൻ്റെ ഡാർക്ക്നെസ് അനുസരിച്ച് 1, 2, 3 ലെയർ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഓരോ തവണ വരയ്ക്കുമ്പോഴും, അതായത് ഷെയ്ഡിങ്ങിൻ്റെ ലൈൻസ് യൂസ് ചെയ്യുമ്പോഴും അതിനെ ബ്ലെൻഡ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ മാത്രമേ ആക്ച്വൽ ഡാർക്ക്നെസ് എത്ര വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഡാർക്ക്നെസ് അഥവാ കൂടുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എറേസർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ആ ഡാർക്ക്നെസ്സിനെ മാറ്റുക. പലയിടത്തും നമുക്കത് വേണ്ടി വരും, ചിലയിടത്തൊക്കെ അത് ചെയ്യാതെ തന്നെ ക്ലിയർ ആക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാനിതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ കാണിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറെടുത്ത് ഞാൻ വരച്ചൊരു കാര്യമാണ് നിങ്ങളിലേക്ക് പോയി ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റു കാര്യമാണ്, നിങ്ങൾ പിക്ചർ വരയ്ക്കുവാൻ കൊടുക്കുന്ന സമയം അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. നിങ്ങൾ എത്രത്തോളം സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം നന്നായിട്ട് തന്നെ വരയ്ക്കുവാനായിട്ട് സാധിക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വരയ്ക്കുക, ഈ ഒരു ഷെയ്ഡിങ് ചെയ്യുക എന്നുള്ളത് നിങ്ങളൊരു സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുത്താൽ മാത്രമേ ചെയ്യുകയുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പെൻസിൽ ബാലൻസിങ് ആണ്. പെൻസിൽ ബാലൻസിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 10B പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഈ ഒരു എൻറ്റയർ ഷെയ്ഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റമ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഷെയ്ഡ് ചെയ്യാത്ത ഏരിയകളിൽ സ്റ്റമ്പ് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിച്ച് ഷെയ്ഡിങ് കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ അത് അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഓവറായിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പേപ്പർ ഡാമേജിനാണ് കാരണമാകുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാനിപ്പോൾ ഈ പിക്ചറിൽ പല ഭാഗങ്ങളിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാലേ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങളൊരു നല്ലൊരു ചിത്രം വരയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് ചെയ്യാതെ റഫായിട്ട് എന്തെങ്കിലുമുള്ള പിക്ചേഴ്സ് വരച്ച് അല്ലെങ്കിൽ റഫായിട്ടുള്ള കുറച്ച് ഷെയ്ഡ് ചെയ്ത് അതിലേക്ക് ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നല്ലൊരു ചിത്രം വരയ്ക്കുന്നതിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്കിപ്പോൾ ഹൈലൈറ്റ് വേണ്ട ഭാഗങ്ങളിലൊക്കെ ഇറേസർ ഉപയോഗിച്ച് റബ്ബ് ചെയ്ത് ഹൈലൈറ്റ് കൊടുക്കുകയാണ്. ഹൈലൈറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പാർട്ടൊക്കെ ഷെയ്ഡ് ചെയ്യാതെ അല്ലെങ്കിൽ ലൈൻസ് വരയ്ക്കാതിരുന്നാൽ മാത്രമായിരിക്കും ഹൈലൈറ്റ് കൊടുക്കാൻ പറ്റുന്നത്. ലിപ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അതാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ച് ഡയറക്റ്റ് ഡാർക്ക് കൊടുത്തിരുന്നു, പക്ഷേ ലൈറ്റ് വേണ്ട ഭാഗങ്ങളെല്ലാം വരയ്ക്കാതെയാണ് വിട്ടിരുന്നത്. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ ഗ്യാപ്പ് ഗ്രാഫൈറ്റ് കൊണ്ട് ഫില്ലാകുന്നു. പക്ഷേ എറേസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് സ്മൂത്തായിട്ട് തന്നെ എറേസ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്തായി ചെയ്യേണ്ടത് നമ്മുടെ പിക്ചറിനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതായത് സൈഡ്സൊക്കെ എറേസ് ചെയ്ത് കൃത്യമായിട്ടൊരു ലൈൻ വരച്ച് ക്ലിയർ ആക്കുക. ഇത്രയും ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ പിക്ചർ പൂർണ്ണമാകണം എന്നില്ല. നമ്മളിപ്പോൾ ഇത്രയും ക്ലിയറായിട്ട് വരച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ചിത്രത്തെ നിരീക്ഷിക്കുക. ഒറിജിനൽ ചിത്രത്തെയും വരച്ച ചിത്രത്തെയും നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും എവിടേക്കാണോ ഡാർക്ക്നെസ് വേണ്ടത് അല്ലെങ്കിൽ ലൈറ്റ്നെസ് കൊടുക്കേണ്ടത് അതെല്ലാം റിപ്പീറ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കി തന്നെ ചെയ്യുക. അങ്ങനെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 4, 5 തവണ ലെയർ ആഡ് ചെയ്താലായിരിക്കും നമുക്കൊരു ആക്ച്വൽ ടോണിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് അടുത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും തവണ ലെയർ ആഡ് ചെയ്യണമെന്ന് നിങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നിക്കാണും. പക്ഷെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആകുന്നതനുസരിച്ച് 1, 2 ലെയറിൽ തന്നെ നമുക്ക് ആ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരു 10B പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കാമെന്ന്. ആ ഒരു രീതി നമുക്ക് ഇവിടെയും ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഡാർക്ക് വേണ്ട സ്ഥലങ്ങളിൽ നമുക്കൊരു ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഏകദേശം ഒരു 8 or 6 ഒക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് എൻറ്റയർ ഷെയ്ഡിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെൻസിൽ മാറ്റി ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഏരിയകളിൽ മാത്രം വരുമ്പോൾ നമുക്ക് HBയോ 2Bയോ ഉപയോഗിച്ച് ചെയ്യേണ്ടി മാത്രമേ വരികയുള്ളൂ. അപ്പോൾ അത് നമ്മുടെ സ്കില്ലിനനുസരിച്ചാണ് നമ്മുടെ സ്പീഡും അതുപോലെ തന്നെ പിക്ചറിൻ്റെ ഒരു ക്വാളിറ്റിയും നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്നത്. അങ്ങനെ നമ്മുടെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ പിക്ചർ ഇതേ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ അതിൻ്റെ സൈസ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഈ ഒരു ചിത്രം വരച്ചിരിക്കുന്നത് ഏകദേശം നമ്മുടെ കൈപ്പത്തിയുടെ വലുപ്പത്തിലാണ്. ഏകദേശം 1 പെൻസിലിൻ്റെ ലെങ്തോളം വരുന്നുണ്ട്. ഞാൻ തന്നെ വരയ്ക്കുന്ന ചില ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഏകദേശം 2 വിരലോളം വലിപ്പം മാത്രം വരുന്ന രീതിക്കും ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്, ഫേസ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് ഷെയ്ഡ് വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മൈന്യൂട്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ഫേസിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറിപ്പോകും. അപ്പോൾ നിങ്ങളൊരു പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ അത് വരയ്ക്കുന്ന സമയത്ത് ഒരു മീഡിയം സൈസിൽ വരയ്ക്കുക. ഓവറായിട്ട് വലുതായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷെയ്ഡ് ചെയ്യേണ്ടി വരും. ഒരുപാട് ചെറുതായി കഴിഞ്ഞാൽ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു A4 സൈസിലേക്ക് ഒരു ഫേസ് നിൽക്കുന്ന രീതിക്കാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫേസ് ഷെയ്ഡിങ്ങിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഉപകാരമായാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകമായി ഓർക്കുക, നമ്മളിന്ന് നോക്കിയത് ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് ഷെയ്ഡിംഗ് ആണ്.
ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചുള്ള ഫേസ് ഷെയ്ഡിങ്ങും അതുപോലെ തന്നെ ചാർക്കോളും ഗ്രാഫൈറ്റും മിക്സ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുന്നതും രണ്ടും രണ്ട് രീതിക്കാണ്. അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഉടനെ തന്നെ നോക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.